ഇന്നത്തെ ടാസ്കിൽ ഏറ്റവും പിറകിൽ വന്നിരിക്കുന്നത് ഷാരികയാണ്. ഇന്നലത്തെയും ഇന്നത്തെയും ടാസ്കിലെ പോയിന്റുകൾ കൂട്ടുകയാണെങ്കിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന രണ്ട് പേര് അനീഷും ഷാരികയും തന്നെയാണ്. ഇന്നത്തെ ടാസ്കിൽ മത്സരാർത്ഥികൾ ഫ്രിഡ്ജിൽ കുറേയധികം സാധനങ്ങൾ നിറച്ചു. പക്ഷേ ബിഗ് ബോസ് ഒരു മമ്പം പണി കൊടുത്തു. ഫ്രിഡ്ജിൻ്റെ അകത്ത് നോർമലി വെക്കുന്ന സാധനങ്ങൾ മാത്രമേ നിറയ്ക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീണ്ടും ഒന്നുകൂടെ കൗണ്ട് ചെയ്തു. അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങൾ മാത്രം കൗണ്ട് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കളക്ട് ചെയ്തത് ഒനീലാണ്. 47 വസ്തുക്കളാണ് ഒനീലിന് വേണ്ടി ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചത്. അങ്ങനെ ഒനീൽ 6 പോയിൻ്റ് നേടുന്നു. രണ്ടാമത് വന്നിരിക്കുന്നത് റെനയാണ്, 37 സാധനങ്ങൾ. അങ്ങനെ റെനയ്ക്ക് 5 പോയിൻ്റ് കിട്ടുന്നു. മൂന്നാമത് വന്നിരിക്കുന്നത് രേണുവാണ്. രേണു 32 സാധനങ്ങൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചു. അങ്ങനെ രേണുവിന് 4 പോയിൻ്റ് കിട്ടി. നാലാമത് വന്നിരിക്കുന്നത് അനീഷാണ്. അനീഷ് 24 പ്രൊഡക്റ്റാണ് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചത്. അങ്ങനെ അനീഷിന് 3 പോയിൻ്റ് കിട്ടി. അഞ്ചാമത് വന്നിരിക്കുന്നത് സരികയാണ്. 23 സാധനങ്ങളാണ് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചത്. അങ്ങനെ സരികയ്ക്ക് 2 പോയിൻ്റ് കിട്ടി. ഏറ്റവും അവസാനം വന്നത് ഷാരിക 19 സാധനങ്ങളാണ് ഫ്രിഡ്ജിൻ്റെ അകത്ത് നിറച്ചത്. 1 പോയിൻ്റ് മാത്രമാണ് ഷാരികയ്ക്ക് ലഭിച്ചത്. അപ്പോൾ ഇന്നലത്തെയും കൂടെ പോയിൻ്റ് കൂട്ടുമ്പോൾ മൊത്തത്തിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് റെന ഫാത്തിമയാണ്. 11 പോയിൻ്റുകളുണ്ട്. രണ്ടാമത് ഒനീൽ 9 പോയിൻറ്റുമായി ഉണ്ട്. മൂന്നാമത് 8 പോയിൻറ്റുമായി രേണുസുതി. നാലാമത് 7 പോയിൻറ്റുമായി സരിക. ഏറ്റവും അവസാന 2 സ്ഥാനങ്ങളിൽ അനീഷും ഷാരികയും. അനീഷിന് 4 പോയിൻറ്റും ഷാരികയ്ക്ക് 3 പോയിൻറ്റും. ടാസ്ക് ഇതേ രീതിയിൽ തന്നെ അവസാനിക്കുകയാണെങ്കിൽ ഡെഡ് സോണിലേക്ക് പോകുന്ന 2 പേര് അനീഷും ഷാരികയും ആയിരിക്കും. ഇനി ഒരു ടാസ്ക് കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് കയറി വരാനുള്ളൊരു സാധ്യത ഉണ്ടായേക്കാം. കണ്ടു തന്നെ അറിയാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം.